ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബജാജ് ഡോമിനറിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ്സ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ. ഇപ്രാവശ്യം ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ ബ്രേക്ക് പാഡ്സ് ക്ലീനും ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഇതാണ് നമ്മുടെ ഡിസ്ക് പാഡ്സ് ഊരാനുള്ള എക്സാക്റ്റ് ടൂള്, T30 സ്റ്റാർ അലൻ കീ ടൂൾ എന്നും പറയാറുണ്ട് ഇതിനെ ചിലർ. പിന്നെ ഇത് നമ്മുടെ നോസ് പ്ലെയർ. ഇത് ബേസിക്കലി നമ്മുടെ പാഡ്സ് ഊരിയെടുക്കാനും പിന്നെ ഈ പിന്ന് ഊരിയെടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടി ഇതുള്ളത് നല്ലതായിരിക്കും. ഇത് കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് മേടിച്ച ടൂൾ ബോക്സിലുള്ള ഐറ്റമാണ്. T30 ഇൻക്ലൂഡിങ് ആണ്. അതിൽ 999 ഒരു ബോക്സായിരുന്നു, 46 പീസസ് ഉള്ളത്. അതിൻ്റെ ഒരു കുഞ്ഞ് റിവ്യൂ ഞാൻ കാണിച്ചു തരാം. ഞാനന്ന് നല്ലപോലെ ടൂളൊന്ന് യൂസ് ചെയ്തിട്ട് റിവ്യൂ ഇടാമെന്ന് ഓർത്ത്. ഈ ഒരു റോഡ് വലിച്ചു വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. സ്ലോ ആയിട്ട് ഊരുക, അല്ലെങ്കിൽ ആ മറ്റേ കുന്തം പോലെ ഇരിക്കുന്ന ഒരു ഐറ്റം കണ്ട അത് പുറത്തേക്ക് തെറിച്ചു പോകും. പതുക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും. കണ്ട ആ സാധനം കണ്ട അത് തെറിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ കൺഫ്യൂഷൻ ആവും, ഇത് എവിടെ നിന്നാണ് തെറിച്ചു പോയെന്നുള്ള ഡൗട്ടാവും. അപ്പോൾ പതുക്കെ പിന്നെ വലിച്ചെടുക്കുക, എന്നിട്ട് ഈ കുന്തം നൈസായിട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ ഊരുന്ന ഓരോ ഐറ്റവും ഞാനെപ്പോഴും പറയുന്ന പോലെ ഊരെടുക്കുന്ന ഓരോ പാർട്സും സൂക്ഷിക്കുക. കണ്ട ഇതിൻ്റെ ആ ഷേപ്പ് ഉണ്ട്, സ്റ്റാർ പോലെ ഇരിക്കുന്നു. അതാണ് ആ T30 എന്ന് പറഞ്ഞ ഐറ്റം തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞത്. ആ ടൂൾ തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഈ പിന്നിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടോ, അതിൻ്റെ ഇടയിലാണ് ഈ പിന്ന് കയറ്റി വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുക ഊരി എടുത്തതിന് ശേഷം. പിന്നെ ഇത് കുന്തം പോലെ ഇരിക്കണമെങ്കിലും വെറൈറ്റി സാധനമാണ്. ഇനി നമുക്ക് നോസ് പ്ലെയർ കൊണ്ട് നൈസായിട്ട് പാഡ്സ് ഊരി എടുക്കാം. പിസ്റ്റം വന്ന് അതിൽ പ്രസ്സാവുന്ന പാടുകളാണ് ആ പാഡ്സിൽ കാണുന്നത്. എന്താ അത്യാവശ്യം ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ, എന്നാലേ ചിലപ്പോൾ പാഡ്സ് പുറത്തേക്ക് വരുള്ളൂ. കാലിപ്പറിൻ്റെ അകത്ത് കാണുന്നതാണ് പിസ്റ്റൺ. ആ സംഭവമാണ് നമ്മുടെ ബ്രേക്ക് പാഡ്സിനെ ഡിസ്കിൽ പ്രസ് ചെയ്യുന്ന ഐറ്റം. അതിൽ വലിയ അഴുക്കൊന്നുമില്ല, അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഊരുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ സാൻഡ് പേപ്പർ എടുക്കുക, എന്നിട്ട് ഡിസ്ക് പാഡ്സ് നൈസായിട്ട് അങ്ങോട്ട് ഉരച്ച് അതിലെ തുരുമ്പും മണ്ണും പൊടിയൊക്കെ കളയുക. ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുക്കുക, തിരിച്ച് ഫിറ്റ് ചെയ്യുക. അത്രയുള്ള ഗെയിം.
ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്പാറ്റ്സ് രണ്ടും എടുത്തിട്ട് ഒന്ന് നോക്കണം അതിൻ്റെ ലെവൽ. ഏതെങ്കിലും സൈഡ് വെട്ടി തേയണുണ്ടോയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്കിൽ ഒരാനുള്ള ഭാഗം ഇനിയും ബാക്കിയുണ്ടോ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഡിസ്പാറ്റ്സ് എടുത്ത പോലെ തന്നെ സെയിം പൊസിഷനിൽ, അതായത് ആ പിസ്റ്റൻ്റെ പാടുകളാണ് ഡിസ്പാറ്റ്സിൽ കാണുന്നത്, ആ സെയിം പൊസിഷനിൽ തന്നെ പ്രസ് ചെയ്ത് അകത്തേക്ക് കയറ്റണം. ഓവറായിട്ട് കയറ്റരുത്, കാരണം നമുക്ക് ആ പിന്നെ ആ ഡിസ്പാറ്റ്സിൻ്റെ ഹോൾസിനകത്ത് കൂടി പാസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ ഒരു കണക്കിൽ തന്നെ കയറ്റുക. പിസ്റ്റൻ്റെ പാട് ഉള്ള പോലെ തന്നെ പിസ്റ്റൻ്റെ ഭാഗം സെയിം പൊസിഷനിൽ തന്നെ ഡിസ്പാറ്റ്സ് വെക്കുക. ഇത്തിരി ടൈറ്റ് ഉണ്ടാവും അകത്തേക്ക് കയറ്റുമ്പോൾ. നല്ലൊരു അഡ്ജസ്റ്റിൽ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കയറിക്കോളും. ഒരുപാട് തള്ളിക്കയറ്റരുത്, കാരണം പിന്നെ ഇടാൻ നേരത്ത് അത് പിന്നെ പുറത്തേക്ക് വലിക്കേണ്ടി വരും. പിന്നെ ഉള്ളത് ഈ കുന്തം പോലത്തെ ഐറ്റമാണ്, അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. വളഞ്ഞിരിക്കണ ഭാഗം ഡിസ്പാറ്റ്സിൻ്റെ ആ ഹോൾസിൻ്റെ കറക്റ്റ് നടുക്കായിട്ട് വരണം. എന്നാലേ നമുക്ക് ഇവിടുന്ന് ആ റോഡ് പ്രസ് ചെയ്ത് അകത്തേക്ക് കയറ്റാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതാണ് റോഡ്. ഈ റോഡിന് നമുക്ക് ഈ ഹോളിൽ കൂടി കയറ്റി ഡിസ്പാറ്റ്സിൻ്റെ ഹോളിൽ കൂടി കയറി, അതേപോലെ പിന്നെ കുന്തം പോലത്തെ സാധനത്തിൻ്റെ ആ ഒരു യു പോലത്തെ ആ ഒരു ഷേപ്പ് അതിനകത്ത് കൂടി പോകണം. എന്നാലേ ആ നമ്മുടെ കുന്തം അവിടെ ലോക്കായിട്ടിരിക്കുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ കാലിപ്പറിൻ്റെ അപ്പുറത്തെ ഹോളിലെത്തിക്കുക. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇനി ജസ്റ്റ് T30 ടൂളിട്ടിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്യുക. ഇത്രയുള്ള സംഭവം. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ ആ ലോക്കയുടെ ആ പിന്നുണ്ടല്ലോ, ആ പിന്നെടുത്തിട്ട് ആ റോഡിൻ്റെ ആ ചെറിയ ഗ്യാപ്പിലേക്ക് പ്രസ് ചെയ്ത് കയറ്റി വെക്കുക. അത്രയുള്ള സംഭവം.